ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇൻകം ടാക്സ് പാർട്ട് 13 SFT സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മൾ ഇതിനു മുന്നേ പാർട്ട് 12 പുതിയ ഫോം 26A കുറിച്ചും അതിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ്, എന്താണ് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇൻകം ടാക്സ്, TDS, TCS, GST മുതലായവയുടെ എല്ലാ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, എന്താണ് SFT സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ന്യൂ 26AS. ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നോക്കുക, ഒന്ന്, ക്യാഷ് പേയ്മെന്റ്സ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് DD or pay orders or any other bank instruments in excess of rupees 10 lakhs. Cash payments for issuance of DD or pay orders or any other bank instruments. നിങ്ങൾ ബാങ്കിൽ പൈസ കൊടുക്കുമെന്ന് എന്തിനു വേണ്ടിയിട്ട്? DD എടുക്കുന്നതിനോ പേ ഓർഡേഴ്സ് എടുക്കുന്നതിനോ ഓർ എനി അതർ ബാങ്ക് ഇൻസ്ട്രുമെന്റ്സ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 10 lakhs 10 ലക്ഷത്തിനധികം കൊടുക്കുകയാണെങ്കിൽ ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് എടുക്കുന്നതിന്, അതായത് DD ഉണ്ടാക്കുന്നതിനോ പേ ഓർഡർ ഉണ്ടാക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് 10 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് നൽകുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇനി മുതൽ ഇതിൻ്റെ അകത്ത് കയറി വരും. സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ പെട്ടുകൊണ്ട് പുതിയ 26AS വരും. സെക്കൻഡ്, ക്യാഷ് ഡെപ്പോസിറ്റ്സ് ഓർ വിഡ്രോവൽസ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 50 lakhs. ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോവൽസ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 50 lakhs അതും ഇതിൻ്റെ അകത്ത് വരും, 26AS കയറി വരും. ടൈം ഡെപ്പോസിറ്റ്സ് അതർ ദാൻ റിനീവൽസ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 10 lakhs. ടൈം ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് അതർ ദാൻ റിനീവൽസ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 10 lakhs അതും അവിടെ വരും, പുതിയ 26AS വരും. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 1 lakhs. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 1 lakhs അതും ഇനി പുതിയ 26AS ഭാഗമായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബോൺഡ്സ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 10 lakhs. ഇതിലൊക്കെ ബോൺഡ്സിലോ ഡിബഞ്ചറിലോ നിങ്ങൾ 10 ലക്ഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പുതിയ ഫോം 26AS പെടും. പർച്ചേസ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 10 lakhs. ഇനി ഫോറിൻ കറൻസി വാങ്ങുകയോ വിൽക്കുകയോ എത്ര ഇതിന്റെ മുകളിൽ 10 ലക്ഷത്തിന്റെ മുകളിൽ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും ഇനി പുതിയ ഫോം 26AS പെടും. സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ക്യാഷ് ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 2 lakhs ഫോർ പേഴ്സൺസ് ലയബിൾ ഫോർ ടാക്സ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 44AB. സെക്ഷൻ 44AB പ്രകാരം ടാക്സ് ഓഡിറ്റിൽ പെടുന്ന ആർക്കെങ്കിലും നിങ്ങൾ ഗുഡ്സോ സർവീസസോ വിൽക്കുകയാണെങ്കിൽ, ക്യാഷിന് വിൽക്കുകയാണെങ്കിൽ, എത്ര ക്യാഷിന്? ഇൻ എക്സസ് ഓഫ് റുപ്പീസ് 2 lakhs 2 ലക്ഷത്തിന്റെ മുകളിൽ വിൽക്കുകയോ ഗുഡ്സ് ഓർ സർവീസസ് വിൽക്കുമ്പോൾ അത് എവിടെ വരും? ഫോം 26AS വരും. കാരണം എന്താ? ടാക്സ് ഓഡിറ്റിൽ പെട്ടവർ ഈ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇന്ന പാർട്ടിയിൽ നിന്ന് ഇത്ര രൂപ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കാണിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ഡീറ്റെയിൽസും ഫോം 26AS പെടും. ഇനി പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്ഥലം അല്ലെങ്കിൽ ബിൽഡിങ്സ് എന്നിവ പർച്ചേസ് വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അതും ഇനി ഫോം 26AS വരും. കാരണം വെച്ചാൽ രജിസ്ട്രാറിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആര് കളക്ട് ചെയ്യുന്നുണ്ട്, ആര് എടുക്കുന്നുണ്ട്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഇത്തരം ഈ പറയുന്ന ട്രാൻസാക്ഷനിൽ പെടുന്ന നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി നിർബന്ധമായിട്ടും ആർക്ക് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് അവർക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതും നമ്മുടെ 26AS അത് കയറി വരുന്നതും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ. കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ ഓരോ ട്രാൻസാക്ഷനിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ലിമിറ്റുകൾ പറയുന്നുണ്ട്. ആ ലിമിറ്റുകൾക്ക് പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഏത് വരും? നമ്മുടെ 26AS വരും. അതിന്റെ ഉള്ളിലാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ എവിടെ വരില്ല? ഫോം 26AS വരില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ 10 ലക്ഷത്തിന് മുകളിൽ പോയാലാണ്
എവിടെ വരിക? ഫോം 26AS പെടുക. അല്ലെങ്കിൽ എവിടെ വരില്ല? ഫോം 26AS വരില്ല. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷനിൽ നിങ്ങൾ പെടുന്നതാണെങ്കിൽ തീർച്ചയായും ഒരു മുന്നൊരുക്കം വേണം. നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനോടോ മറ്റു കൺസൾട്ടന്റിനോടോ ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരം പറഞ്ഞ ട്രാൻസാക്ഷനിലെ മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ, ട്രാൻസാക്ഷൻ വാല്യൂയുടെ മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ, ഇത്തരം എമൗണ്ടിന് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ എവിടെ വരും? നിങ്ങളുടെ 26AS വരും. വന്നു കഴിഞ്ഞാൽ ഇത്തരം ഡീറ്റെയിൽസ് മുഴുവൻ എവിടെ പെടുത്തണം? നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് IT ഫയൽ ചെയ്യുന്ന ഡീറ്റെയിൽസിൽ ഇതൊക്കെ പെടണം. ഇൻകം ടാക്സിന്റെ ഭാഷ്യത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ നിങ്ങൾ റീകോൾ ചെയ്തുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് ഇയർ എൻഡിൽ നിങ്ങൾക്ക് IT ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു വലിയ ഹെൽപ്പാണ് അവർ ചെയ്തു തരുന്നത്. നമ്മൾ അധികം മറന്നു പോകും, പക്ഷെ ആർക്കും മറക്കാൻ കഴിയില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ വെച്ചാൽ അവരെ മറവിയല്ല, നമ്മൾ മറക്കാതെ നമ്മൾക്ക് ഇയർ എൻഡിൽ എല്ലാം റീകോൾ ചെയ്തുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ 1 by 1 ആയിട്ട് ഓർത്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഹെൽപ്പാണ്, വലിയൊരു ഹെൽപ്പാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരിയാണ്. കാരണം ചില എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർ എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെ അത് ഈ 26AS വന്നില്ലെങ്കിലും എല്ലാം ഡയറി കുറിപ്പായി എഴുതി വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് IT റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുണ്ട്. അതേസമയം ഓർമ്മയുണ്ടെങ്കിൽ ചിലപ്പോൾ മറക്കാതെ അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന തരത്തിൽ IT അതൊന്നും പെടുത്താതെ പോകുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്നും എളുപ്പമല്ല. നിങ്ങൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ 26AS അത് വരും. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും ഇതൊന്നും പെടുത്താതെ ഫയൽ ചെയ്താലും ആർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും? IT ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക. അതേപോലെ തന്നെ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആർ അണ്ടർ സ്കാനർ. ഇനി ഇത് മസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി കുറച്ച് കാര്യങ്ങൾ, അത്ര 11ഓളം ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് അവരുടെ ഒരു പരിഗണനയിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഇതുവരെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം ട്രാൻസാക്ഷൻസ് കൂടി ഏതിന്റെ ഭാഗമാവും? പുതിയ ഫോം 26ASന്റെ ഭാഗമായി മാറും. അത് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് ആണെന്ന് നോക്കുക. കാരണം അതും മനസ്സിലായാലേ അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂ. അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടതാണെങ്കിൽ വിട്ടു നിൽക്കൂ. അല്ലെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. അത്തരം ട്രാൻസാക്ഷൻ എന്താണെന്ന് ഒന്ന് നോക്കുക. പേയ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ടാക്സ് അബവ് ₹20,000 per annum. ഇത്തരം കാര്യങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി ടാക്സ് അടക്കേണ്ടതാണെങ്കിൽ അടക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് വരും, 26AS വരും. നിങ്ങളുടെ IT റിട്ടേണിനെ ബാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അത് മസ്റ്റായിട്ട്, കാരണം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പെടുത്തിക്കൊണ്ട് വേണം IT റിട്ടേൺ. കാരണം നിങ്ങൾക്കൊരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇൻകം വേണമല്ലോ. ഇതിൻ്റെ അകത്ത് പറയുന്ന എത്രയോ ട്രാൻസാക്ഷൻ നിങ്ങൾക്കുണ്ട്, എല്ലാം എക്സ്പെൻസസ് ആണ്, ഇൻകം അല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കാം. ഈ എക്സ്പെൻസസ് ചെയ്യണ്ടെങ്കിൽ എന്ത് വേണം? ഇൻകം വേണം. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ IT ഒന്നും ഫയൽ ചെയ്യുന്നില്ല, 3 ലക്ഷം 5 ലക്ഷം 6 ലക്ഷത്തിന്റെ ഒക്കെ എക്സ്പെൻസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ പൈസ എന്ന് IT ഡിപ്പാർട്ട്മെന്റിന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഫയൽ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നോക്കുക, പേയ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ടാക്സ് അബൌവ് 20,000 per annum. നിങ്ങൾ അടക്കേണ്ടതാണെങ്കിൽ അടക്കേണ്ടത് തന്നെ. ഇനി ഇതിൻ്റെ അകത്ത് 20,000 മുകളിൽ വന്നു കഴിഞ്ഞാൽ 26AS വരുമല്ലോ എന്ന് കരുതി നിങ്ങൾക്ക് അത് പ്രോപ്പർട്ടി ടാക്സ് അടക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തരം ടാക്സുകൾ അടക്കുമ്പോൾ ഓർമ്മിക്കുക, ഇതിൻ്റെ അകത്ത് വരും 26AS ഫ്യൂച്ചറിൽ വരും. നോട്ടിഫിക്കേഷൻ വന്നില്ല, ഫ്യൂച്ചറിൽ വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുന്നവർ എന്തായാലും എന്ത് ചെയ്യണം? IT നിർബന്ധമായിട്ട് ഫയൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അബവ് ₹20,000. തേർഡ്, പേയ്മെന്റ് ടു ഹോട്ടൽ അബവ് 20,000. ഫോർത്ത്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അബവ് ₹50,000. ഫിഫ്ത്ത്, ഇലക്ട്രിസിറ്റി കൺസംഷൻ ഓവർ ₹1 lakh per annum. ഒരു സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷത്തിന് മുകളിൽ ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ. സിക്സ്ത്, പേയ്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഫീ ഡൊണേഷൻസ് above ₹1 lakh per annum. സെവൻത്ത്, പർച്ചേസ് ഓഫ് ജ്വല്ലറി മാർബിൾ എക്സ്ട്രാ above ₹1 lakh. എയ്ത്ത്, ഡെപ്പോസിറ്റ് ഓർ ക്രെഡിറ്റ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് above ₹50 lakh. 50 ലക്ഷത്തിന്റെ മുകളിൽ എവിടെ വന്നാൽ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് വന്നാൽ ഇതിൻ്റെ അകത്തേക്ക് വരാം, ഫ്യൂച്ചറിൽ 26AS വരാം. ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ ഇതൊക്കെ 26AS വരാം. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഓർ ക്രെഡിറ്റ് ഇൻ ദ നോൺ കറണ്ട് അക്കൗണ്ട്. നോൺ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സച്ച് എസ് സേവിംഗ് അക്കൗണ്ട് above ₹25 lakh. നോൺ കറണ്ട് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ടിൽ
25 lakh 25 ലക്ഷത്തിന് മുകളിൽ വന്നാൽ അതും ഇനി 26 ASന്റെ ഭാഗമാവും. ഷെയർ ട്രാൻസാക്ഷൻസ്, ഡിമാറ്റ് അക്കൗണ്ട്സ്, ബാങ്ക് ലോക്കേഴ്സ്, ഇത്തരം കാര്യങ്ങളും ഇനി അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ്, ബാങ്കിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പോകും. ഞാൻ പറഞ്ഞു ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ടി ആയിരിക്കാം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ക്രെഡിറ്റ് കാർഡ് തരുന്നതാണെങ്കിൽ ഏത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ആർക്ക് കൊടുക്കേണ്ടത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ടത്. ബാങ്കിൽ നിന്നാണ് നമ്മളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എവിടെ പോകേണ്ടത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അവിടെ നിന്നാണെങ്കിൽ അവിടെ നിന്ന് പോകണം. അതുപോലെ തന്നെ മറ്റു ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലുള്ള ഷെയർ മാർക്കറ്റ്, അവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടത്. അതായത് ഓപ്പോസിറ്റ് വരുന്ന ആരാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ഇത്തരം ട്രാൻസാക്ഷൻ ഓപ്പോസിറ്റ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അധികപക്ഷം ഇത്തരം കാര്യങ്ങൾ ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. 11th, ഡൊമസ്റ്റിക് ബിസിനസ് ക്ലാസ് എയർ ട്രാവൽ അല്ലെങ്കിൽ ഫോറിൻ ട്രാവൽ. ഡൊമസ്റ്റിക് ബിസിനസ് ക്ലാസ് എയർ ട്രാവൽ, നമ്മൾ ആഭ്യന്തര എന്താ പറയാ ഇന്ത്യക്ക് ഉള്ളിലുള്ള എയർ ട്രാവൽ ഉണ്ടാവുമല്ലോ. അതായത് ഫോറിൻ ട്രാവൽ അല്ലാത്ത ബിസിനസ് ക്ലാസ് എയർ ട്രാവലും ഇനി അത്തരം എക്സ്പെൻഡിച്ചറും ഏതിന്റെ ഭാഗമാവും? 26 ASന്റെ. അല്ലെങ്കിൽ ഫോറിൻ ട്രാവലും ഏതിന്റെ ഭാഗമാവും? പുതിയ 26 ASന്റെ ഭാഗമാവും. എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ. ഇപ്പോഴും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷെ ഇത്തരം വിവരങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏതിന്റെ ഭാഗമാവും? അതൊരു പരിഗണനയ്ക്ക് വെച്ചിട്ടാണ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ആർ അണ്ടർ സ്കാനർ. ഇതിന് വേണ്ടിയിട്ട് പുതിയ 26 ASലേക്ക് പെടുത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ചില പരിധികളാണ്. ഇത്തരം പരിധികളിലും അല്ലെങ്കിൽ ഇത്തരം ട്രാൻസാക്ഷനിലും നമ്മൾ വന്ന് പെടുകയാണെങ്കിൽ അത്തരം ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തേക്ക് പോകും, 26 ASൽ പോകും. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് വരുന്നവർ IT ഫയൽ ചെയ്യാതിരിക്കരുത്, മസ്റ്റായിട്ട് ഫയൽ ചെയ്യേണ്ടി വരും. കാരണം ഈ ഡീറ്റെയിൽസ് അവർക്ക്, ഇതിന്റെ മുകളിൽ വരുന്ന ഡീറ്റെയിൽസ് അവർക്ക് ലഭിക്കും. അത് 26 ASന്റെ ഭാഗമാവും. അപ്പോൾ അത്തരം ഡീറ്റെയിൽസുകൾ നമ്മൾ പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താവും? പിന്നെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് ലെറ്റർ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇനി ഇതൊന്നും പെടുത്താതെ നമ്മൾ കുറച്ച് എമൗണ്ട് മാത്രം കാണിച്ചിരുന്നു, നമ്മുടെ മൈൻഡിൽ വരുന്ന ചില ലാസ്റ്റോട് ചെയ്തില്ല, മാർച്ചിലും സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ചെയ്ത കുറച്ച് ട്രാൻസാക്ഷൻ ഒക്കെ പെടുത്തിയിട്ട് നമ്മളൊരു ഫയലിങ്ങിന് ശ്രമിക്കുന്നതാണെങ്കിൽ അതും ഏതുണ്ടാവും? മിസ്മാച്ച് ഓഫ് ഇൻകം ഉണ്ടാവും. 26 ASൽ കുറെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ പെടുത്താണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ കുറച്ച് എമൗണ്ട് മാത്രം കാണിച്ചിട്ടുണ്ടാവും. അതൊരു 8-10 ലക്ഷത്തിന്റെ ഡീറ്റെയിൽസ് 26 ASൽ വന്നു. നമ്മൾ പറയുന്നത് ഇതൊന്നുമില്ല, നമ്മൾ പരിധിക്കുള്ള 2.5 ലക്ഷം ഉള്ള അല്ല 3 ലക്ഷം എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫയൽ ചെയ്യാൻ നിന്നാൽ മിസ്മാച്ച് കാണിക്കും. ഉടനെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലെറ്റർ വരികയും ചെയ്യും. അപ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇനി വേറൊന്നും കൂടി വരാനുണ്ട്. സെക്ഷൻ 271AAD എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിൽ ഒന്ന് വരാനുണ്ട്. അതും ഈ റീസെന്റ് ആയിട്ട് ഒരുപാട് ചർച്ച നടന്നിട്ടുള്ള ഒരു സെക്ഷനാണ് 271AAD എന്ന് പറയുന്നത്. കാരണം ഒരു പക്ഷേ നിലവിൽ വരികയാണെങ്കിൽ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഇനിയും ചർച്ചക്ക് പോകേണ്ട ഒരു സെക്ഷൻ ആയിരിക്കും അത്. കാരണം അതിനകത്ത് പറയുന്ന നോക്കൂ, എന്താണ്? 100% of the value of false entry or omitted entry will be leviable as penalty under this section. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫേക്ക് ഇൻവോയ്സ് വരികയാണെങ്കിൽ, ഫോൾസ് എൻട്രി വരികയാണെങ്കിൽ, ഏതെങ്കിലും ഇൻവോയ്സ് ഒമിറ്റഡ് ആയി പോവുകയാണെങ്കിൽ, ഒമിറ്റഡ് ഒക്കെ ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്, അങ്ങനെ ഒമിറ്റഡ് ആയി പോവുകയോ ഫേക്ക് ഇൻവോയ്സ് അല്ലെങ്കിൽ ഫോൾസ് എൻട്രി ഒക്കെ വരികയാണെങ്കിൽ എന്താണോ ഇൻവോയ്സ് വാല്യൂ ആ എമൗണ്ട് തന്നെ 100% ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് പെനാൽറ്റി. 100%. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെയോ 5 ലക്ഷത്തിന്റെയോ ഒരു ബില്ല് ചിലപ്പോൾ മിസ്സായി, ഞാൻ ഫേക്ക് ഇൻവോയ്സ് എന്ന് പറയില്ല, കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും അത്ര കൂടുതൽ മോശ രീതിയിലൊന്നും ആരും ബിസിനസ് ചെയ്യുന്നവരില്ല. ഓൾമോസ്റ്റ് ആൾക്കാർ, എനിക്ക് ഏകദേശം 2-3 ഡിസ്ട്രിക്റ്റിലെ ആളെ അറിയുന്ന ബിസിനസ്സുകാരൊക്കെ വളരെ സത്യസന്ധമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നവരാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർ വളരെ സിൻസിയർ ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയാ ഫേക്ക് ബില്ലുകളൊന്നും ഇവിടെ ഒരിക്കലും ഒരു ഡിസ്കസ് ചെയ്യുന്നത് കേട്ടില്ല. പുറത്തുള്ള ഔട്ട് ഓഫ് കേരളയിൽ ഒരുപാട് ഫേക്ക് ഇൻവോയ്സ്, അതായത് GSTയുടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്ര കോടിയുടെ ഫേക്ക് ഇൻവോയ്സ് പിടിച്ചു, അതിൽ പെടുന്ന ബിസിനസ് സ്ഥാപനത്തെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അധിക മെസ്സേജുകൾ, ന്യൂസുകളൊക്കെ വരുന്ന കാണാം. പക്ഷെ കേരളത്തിൽ അധികം അങ്ങനെ നമ്മൾ പത്രത്തിലൊന്നും വായിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ തോന്നുന്നു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ആൾക്കാർ അങ്ങനെ കൂടുതൽ നീങ്ങില്ല. എന്നെങ്കിലും സംഭവിക്കാവുന്ന ഒന്ന് എൻട്രി ഒമിഷൻ. നമുക്ക് ചിലപ്പോൾ ബില്ല് മിസ്സായിപ്പോയി, ഓപ്പോസിറ്റ് പാർട്ടി ഫയൽ ചെയ്ത പ്രകാരം അവരിൽ നിന്നോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അത്തരം ഡീറ്റെയിൽസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ മിസ്സായി പോയ ബില്ലിലെ എമൗണ്ട് എത്രയാണോ
ആ എമൗണ്ട് 100%, 100% തന്നെയാണ് നമ്മൾ അടക്കേണ്ട പെനാൽറ്റി. അപ്പോൾ അത്തരം ഒരു സെക്ഷനും കൂടി ചർച്ചയിലുണ്ട്. സെക്ഷൻ 271A എന്ന് പറഞ്ഞിട്ട്. അതും എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗണോ കൊറോണയോ ആയതുകൊണ്ട് ഇപ്പോഴ് ഫൈനല് എപ്പോഴാണ് ലാൻഡ് ചെയ്യുക, നിലവിൽ വരിക എന്നുള്ളത് അറിയാൻ കഴിയില്ല. കുറച്ച് മുമ്പേ ഇതിന്റെ ഡിസ്കഷൻ ലൈവായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ലോക്ക്ഡൌണിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നമുക്കറിയാലോ, പല സ്ഥലത്തും ഇപ്പോഴും ലൈവായിട്ട്, അതായത് 100% ലൈവായിട്ട് കാര്യങ്ങൾ നടക്കാത്ത ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ കടന്ന് പുതിയ ഇയറിൽ ചിലപ്പോൾ കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് വ്യത്യാസപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് ശരിയാകുന്ന മുറക്ക് തന്നെ ചിലപ്പോൾ ഇത്തരം കുറെ സെക്ഷനും റൂളുകളൊക്കെ വരാനും പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാ ഇപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് നമ്മളൊരു ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി മുന്നൊരുക്കമില്ലാതെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വളരെ ടഫായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുന്നത് നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന് അടിക്കുന്നതിന് പകരം നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റെയോ കൺസൾട്ടന്റിന്റെയോ ഒക്കെ സഹായം തേടിക്കൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.